ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. രാവിലെ മുതലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇന്ന് ചായക്ക് കടിയായിട്ട് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. മാവൊക്കെ റെഡിയാക്കി ഞാൻ നൂൽപുട്ടിൻ്റെ അച്ചിൽ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലിത്തട്ടിലാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഒറ്റ അടിക്ക് കഴിയുമല്ലോ. ഇവിടെ 2-3 ആളുള്ളതുകൊണ്ട് വേഗം കഴിയുകയും ചെയ്യും. ഒറ്റ സെറ്റ് മതി നമുക്ക്. അപ്പോൾ ഞാൻ നൂൽപുട്ടൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ അടുത്ത് കണ്ടൊരു യൂട്യൂബറാണ് കേട്ടോ, ഹുസ്ന സൈഫ് പറഞ്ഞ്. അപ്പോൾ സംസാരിക്കണതൊക്കെ കേൾക്കുമ്പോൾ എനിക്കതുപോലെ സംസാരിക്കാൻ എന്താ പറയുക, നല്ല പോലെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരൂല അത്. ഞാൻ ചാനൽ ഒരുപാട് കാലം മുന്നേ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഒരു 5 വർഷമൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. വീഡിയോസ് ഇടൽ കുറവേനു. ഇപ്പോൾ അയാളുടെ ഹുസ്ന സൈഫ് പറഞ്ഞ ചാനൽ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഞാനും വീഡിയോസ് ഇടലെടുത്താൽ 3 വർഷമൊക്കെ ആയി വീഡിയോസ് ഇടൽ തുടങ്ങിയിട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ക്ലിക്കായത്. അപ്പോൾ നമ്മളത് അതുപോലെ എന്തെങ്കിലുമൊക്കെ ആവുന്നില്ല വിചാരിച്ചിൽ ആണ് ഞാനും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചായയും നൂൽപുട്ടും പിന്നെ കറിയായിട്ട് ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഒരു കേക്ക് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ക്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി. അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ സ്കൂൾക്കും അംഗനവാടിക്കും പോയിട്ടുണ്ടായിരുന്നു. ഓല് അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് അപ്പത്തേന് കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ കറണ്ടിൻ്റെ കുക്കറിലാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. റൗണ്ട് ഷേപ്പിലുള്ള കേക്കാകുമ്പോൾ ഞാൻ മിക്കവാറും ഇതിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കൽ. പിന്നെ സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ ഞാൻ ചെമ്പട്ടി അതിൽ ബേക്ക് ചെയ്തെടുക്കും. ഗ്യാസിലുമേ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക്. പിന്നെ റിന്നിനെ അംഗനവാടിയിൽ നിന്നൊക്കെ കൊടുന്നു. ഞാനൊന്ന് കണ്ണ് മാറിയപ്പോഴത്തേക്കും കേക്കൊക്കെ എടുത്ത് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ റിന്നിപ്പെണ്ണ്. അതുകൊണ്ട് നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അത് വെച്ച് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ രാത്രിയിൽ ഞാൻ താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വിരുന്ന് പോയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.